നിസ്കാരം കൊള്ളത്തില്ല കട്ട് ഹെയർ എന്നാ. എടാ നിസ്കാരം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കാര്യമുണ്ട് മോനെ. നിസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഡിസിപ്ലിൻ വരും. അങ്ങനെ ഒരു സംഭവം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിസിപ്ലിൻ ഇതാക്കുന്ന കാര്യമാണ്. അത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒന്നല്ല. നിസ്കരിക്കുമ്പോൾ അത് വേറെ ഒരു ഇതാണ്. അത് വേറെ സംഭവം. തല കുടിച്ചുപോയി. ഒരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ നിസ്കാരത്തിന്റെ കണക്കിനെ കുറിച്ചും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുള്ള ആരാധനകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. സ്വവിചിന്തനം നടത്തി നോക്കി. എത്ര അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് തന്നു. അതിങ്ങനെ കയ്യുമ്മ എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയൂല. അത്രക്കും അനുഗ്രഹങ്ങൾ. ഇപ്പൊ ഈ തൊള്ളട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഈ ഒരു ശേഷി, ഒരു കഴിവ് തന്നത് പോലും പടച്ചോനല്ലേ. അതുകൊണ്ട് എത്ര നന്ദി ചെയ്താലും നമ്മളെയും കൊണ്ട് തിരിച്ചു കൊടുക്കാൻ കഴിയൂല. ഇസ്ലാമിന്റെ പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും, യുവത്വത്തിൽ നമ്മുടെ ചോരത്തിളപ്പിൽ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ആരോഗ്യനില വളരെ പെർഫെക്റ്റ് ആയി നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന ആരാധനക്ക് ഈ തന്തപ്പുടിയും ഈ വയസ്സായ വെല്ലുമ്മി വെല്ലുപ്പൊക്കെ ആവുമ്പോ ചെയ്യുന്ന ആരാധനകളെക്കാൾ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന്. കാരണം ഈ 10-50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഓരോ മനുഷ്യരും പടച്ച റബ്ബിലേക്ക് അടുക്കും. കാരണം എന്താ, അച്ഛനായാലോ, എനിക്കൊരു അസുഖങ്ങളായാലോ, എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങിയാലോ, നിങ്ങൾക്ക് പോവേണ്ട സമയമായിട്ടുണ്ടെന്ന് ഏതൊരു വയോവൃദ്ധ കാലയളവിലും ഓരോരുത്തരും ചിന്തിച്ചു പോകും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അന്ന് ഓരോരുത്തരും ആരാധനകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു യുവത്വത്തിൽ ശൈത്താൻ ഏറ്റവും കൂടുതൽ ഒരാളെ പീഡിപ്പിക്കുന്ന ഏജ് അദ്ദേഹത്തിന്റെ ആ ആരോഗ്യ ഫിറ്റ്നസിലുള്ള ആ സമയത്താണ്. അതുകൊണ്ട് ആ സമയത്ത് ശൈത്താൻ തന്നെ ഒരു വിലങ്ങൾ ഇന്നിട്ട് ചെയ്യുന്ന ആരാധനകൾക്ക് ഇരട്ടി പ്രതിഫലമാണ്. അപ്പോ ദൈനംദിന ജീവിതത്തിൽ ഒരു 5 വക്ത നിസ്കാരം, ആ ഒരു 5 വക്ത നിസ്കാരമല്ലേ ഉള്ളൂ. നമ്മുടെ ഒരു സ്നേഹിതന് നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ എത്രത്തോളം സ്നേഹത്തോടെ നമ്മൾ അത് ഏറ്റുവാങ്ങും. അതുപോലെ പഠിച്ച റബ്ബ് പ്രവാചക മുഖേന ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ നമുക്ക് കൊടുത്തയച്ച ഗിഫ്റ്റാണ് 5 വക്ത നിസ്കാരം. അതൊന്നൊരു ലഹരിയായിട്ട് എടുത്തു നോക്കി കാണി മോനെ. സീരക്കരം നിങ്ങളുടെ ലൈഫ് സെറ്റാണ്, കാരണം സെറ്റ് ആകും. അതൊന്നും അതായിട്ട് 5 വക്ത നിസ്കരിച്ചു പോയി കാണി. പെർഫെക്റ്റ് കാര്യം ഒരു നിലക്കും എവിടെയും കൊടുക്കൂല. കാരണം നിങ്ങൾ പടച്ചോനിലേക്ക് എത്ര എടുത്താല് പഠിച്ചോ എത്ര എടുക്കും. നിങ്ങൾ പടച്ചോനിലേക്ക് എത്ര എടുത്താല് പഠിച്ചോ എത്ര എടുക്കും. നിങ്ങൾ പടച്ചോനിലേക്ക് എത്ര എടുത്താല് പടച്ചോനിലേക്ക് എത്ര എടുക്കും. നമ്മൾ എത്രത്തോളം അങ്ങോട്ട് എടുക്കണോ അത്രത്തോളം പടച്ചോ ഇങ്ങോട്ട് എടുക്കുന്നതാണ്. നമ്മൾ അങ്ങോട്ട് നടന്നു പോയാൽ പടച്ചോ അങ്ങോട്ട് ഓടി എടുക്കുന്നതാണ്. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുക. തീർച്ചയായും ജീവിതത്തിൽ വിജയം ഉണ്ടാവും.